എൻ്റെ സുമേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. എടി, കല്യാണത്തിന് നീയും പിള്ളേരും കൂടെ പോ. ഞാനിവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കണല്ലേ. എടി, ഞാൻ സബ് രജിസ്ട്രാറാണ്. അങ്ങനെ ഓടിച്ചാടി അങ്ങനെ നീ പറയുമ്പോൾ നിന്റെ എടി, കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ അവിടെ ഒരു നൂല് കെട്ടെന്ന് പറഞ്ഞ് പരിപാടിക്ക് പോയതാ. ആണ്, അതിന് മുന്നത്തെ ആഴ്ച വേറെ എന്തോ പരിപാടിയായിരുന്നു. നീ എൻ്റെ വായിരിക്കണം കേൾക്കും കേട്ടോ. ആ ആ ഞാൻ ഓഫീസിലാണ് ഇരിക്കണത്. ആ ആ നീ ഫോൺ വെച്ചേ. ആ ആ ഓ ഓ ഞാൻ വിളിക്കാം. വല്ല അനാഥേനെയും കിട്ടിയാൽ മതിയായിരുന്നു. ആ എന്താ സാറേ, ഒരു വിവരം ഒന്നും അറിയാൻ വേണ്ടി വന്നതാണ്. വിവരാവകാശത്തിൻ്റെ ഓഫീസ് വേറെ ഉണ്ട്, എന്നാലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അതല്ല, ഞാൻ ഗൾഫിലാ ജോലി ചെയ്യണതേ. അപ്പൊ അധികം ലീവിൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോയാൽ വേണം. അപ്പൊ എന്റെ അച്ഛന്റെ പേരിൽ ഒരു 44 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ എനിക്കും എന്റെ മൂത്ത ഏട്ടനും കൂടി അത് ഇഷ്ടദാനം തരാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ആധാരം ഒന്ന് രജിസ്റ്റർ ചെയ്യണതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ അറിയാവുന്നില്ലല്ലോ, എഴുത്തുകാരനെ കൊണ്ട് അത് എഴുതിച്ചു കൊണ്ടുവരിക, രജിസ്റ്റർ ചെയ്ത് തരാം. അല്ല, എഴുത്തുകാരൻ്റെ അടുത്ത് പോയി. അപ്പൊ വലിയ എമൗണ്ടാ പറഞ്ഞ, 30,000 രൂപ ആവുന്ന പറഞ്ഞ എഴുത്തുകൂലി. 30? ആ, എഴുത്തുകാരനാരാ? അത് സുഗതൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു സുഹൃത്താണ്. ചോദിക്കും. സുഗതൻ പഴയ എഴുത്തുകാരനാ, അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ട്. അല്ല, അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ഗൾഫിൽ പോകണ്ടേ, ഇത് എഴുതി കൊണ്ടുപോവാ, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ല സാറേ, അപ്പൊ അന്വേഷിച്ചപ്പേ ഈ സ്വന്തമായിട്ട് ഇപ്പൊ ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞു. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് തന്നെ ചെയ്യാന്ന് ഓർത്തിട്ടാണ്. അതൊക്കെ അന്വേഷിച്ചല്ലേ? അല്ല, അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ ആ നമ്പർ ഞാൻ മറന്നുപോയേ. അത് പ്രകാരം 25 വയസ്സ് കഴിഞ്ഞ ആർക്കും സ്വന്തമായിട്ട് ആധാരം നമുക്ക് എഴുതാം. മനസ്സിലായില്ലേ? ഇപ്പൊ എത്രയായി? ഇപ്പൊ 30 കഴിഞ്ഞാ? അപ്പൊ പിന്നെ അത് ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അയ്യോ, 30 കഴിഞ്ഞാൽ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതല്ല, തിരിച്ച് ഗൾഫിലോട്ട് പോകണ്ടേ? ഭയങ്കര ചടങ്ങാണിത്. നമ്മൾ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങൾ. ഇതിനാദ്യം നമ്മൾ ഫയലിംഗ് ഷീറ്റിന് അപേക്ഷിക്കണം. അത് ചിലപ്പോൾ കിട്ടി വരാൻ തന്നെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ചിലപ്പോൾ 1 മാസം വരെ എടുക്കും. പിന്നെ ഓൺലൈനിൽ ഫീസ് അടയ്ക്കണം, പിന്നെ ഫോട്ടോ ഒട്ടിക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. നമ്മൾ വിചാരിക്കണ പോലെ അല്ല. നമ്മൾ ഈ എഴുത്താൻ്റെ അടുത്തുള്ള പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂലേ, അതുപോലെ അല്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അനിയന് എനിക്ക് തോന്നുന്നത് ആ സുഗതനല്ലേ, സുഗതനായിട്ടൊന്ന് സംസാരിച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്ത് പുള്ളിയെ കൊണ്ട് തന്നെ ചെയ്യിക്കും. സാറേ, നമ്മൾ ഈ വെയിലത്ത് കിടന്ന് ഓടി ഉണ്ടാക്കണ പൈസ അല്ലേ വെറുതെ കൊണ്ടുപോയി ആളുകൾക്ക് കൊടുക്കാനുള്ള മടി കൊണ്ടാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കിടന്ന് ഓടണോ ഇതിൻ്റെ പുറകെ? ഭയങ്കര ചടങ്ങാണ്, മെനക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അത് നമ്മൾ ഗൾഫിൽ കിടന്ന് ഓടണതും നാട്ടിൽ അവനവൻ്റെ കാര്യത്തിന് ഓടണതും കണക്കല്ലേ? സ്വന്തമായിട്ട് എഴുതാനാണ് തീരുമാനമാണെങ്കിൽ ഞാൻ വേറെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ഇപ്പോഴേ ഓടി തുടങ്ങിക്കോ, പകുതിയാകുമ്പോഴെങ്കിലും ഗൾഫിലെത്താം. ഭയങ്കര ചടങ്ങാണ്, ഒന്നുകൂടെ ആലോചിക്കും. അതപ്പോൾ ഈ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്ര മെനക്കേടാണ്, ഭയങ്കര ബോറാണ്. കാണുന്ന പോലെയല്ല, ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് തന്നെ ഒരു ബോറൻ പണിയാണ്. അതിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ആധാരം എഴുത്തുകാരനെ കൊണ്ട് ഞാൻ ചെയ്യിക്കണില്ല. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. ശരി സാറേ. എന്നാലും സ്വന്തമായിട്ടൊന്നും എഴുതാൻ നിൽക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കട്ടെ, പോണതിന് മുമ്പ് പറ്റണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ സുഗതൻ അല്ലെങ്കിൽ വേറെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. നോക്കാം സാറേ.